കർത്താവിനെ ഓർത്ത് എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ. എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും പ്യൂൺ. എട്ടവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളപിടുത്തം ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിക്കുന്ന അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ഈശോയെ, ആരെങ്കിലും കേക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്? കേട്ടോന്ന് ചോദിക്കാ. സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ. പിടിക്കും. അല്ല കറിയ ചേട്ടാ, രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി. എന്താ കറിയാച്ചാ? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ, ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്. അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടഷാപ്പിൽ കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറിക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ. നീ എന്നെ പറഞ്ഞേ സ്വന്തം കാത് കൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. നിങ്ങൾ എന്നാ കേട്ടെന്നാ? ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? എനിക്ക് കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനും നീ പറഞ്ഞില്ലേ? എന്റെ ഈശോയെ, നോവലിലുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട, ഉരുളണ്ട. നീ എന്നാടി നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്, പാറേ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസോ? നീ എന്താ പറഞ്ഞേ? സ്വീറ്റ് ഡ്രീംസോ? നിന്റെ അമ്മയുടെ ഒരു സ്വീറ്റ് ഡ്രീംസ്. നീ ഒന്നോർത്തു, ഭർത്താവ് എന്ന് പറയുന്ന കൺകണ്ട ദൈവ. കല്ലാനാലും കണവൻ, പുല്ല ൂണാനാലും പുരുഷൻ. പോയി ചോറുകളും പിടി പുല്ല. ആത്മഹത്യയല്ലാതെ എനിക്കിനി വേറെ ഒരു പോംവഴിയില്ല. അയ്യോ, അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. സമയമാകുമ്പോ ഞാൻ പറയാം, അതിനുള്ള വഴിയും നിർദ്ദേശിച്ചു തരാം. ഡോക്ടർ പറഞ്ഞതുപോലെ കുളിച്ചൊരുങ്ങി മുല്ലപ്പൂവും ചൂടി കരിമീൻ ഫ്രൈയും ബ്രാൻഡിയും കൊടുത്തു. എന്നിട്ട് പ്രയോജനം കിട്ടിയല്ലേ? ഇല്ല, അടി കിട്ടി. ഓഹോ, അപ്പൊ സിഗ്മണ്ട് ഫ്രൈഡും കീറിയല്ലേ? ഫ്രൈഡ് ആയാലും റോസ്റ്റ് ആയാലും അത് എന്നോട് ജയിക്കാൻ പറ്റില്ലെന്ന് ബോധ്യായി സർ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. നോ, സമീപന രീതികൾ മുഴുവൻ ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞിട്ടില്ല. അറ്റ കൈ പ്രയോഗിക്കാൻ സമയമായി. സ്റ്റാർട്ട് ആക്ഷൻ. എന്തിനാ കഥ അടയ്ക്കുന്നേ? നിനക്ക് എവിടുന്ന് കിട്ടി ഇത്രയും ബലം? ഈ ബലം പവർ മാറ്റിന്റെയോ ജീവൻ ടോണിന്റെയോ അല്ല, ഡോക്ടർ ഗോൺസാൽവസിന്റെ. മര്യാദയ്ക്ക് ചോറുണ്ടിട്ടിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇതാര്, കല്യാണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ബെല്ലടിക്കാഞ്ഞേ? ഒളിഞ്ഞെന്ന് കേൾക്കണ ശീലം അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ, ഞാൻ കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണേ ഇല്ല. അല്ല, എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്നറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ? ലേറ്റ് ആകുന്ന് ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിക്കണോ, വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്നായിട്ടാ കല്യാണിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലേ തലേ കയറിയെന്ന് ചെവി തിന്നും, ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. എന്ന് കരുതി
പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങിന് കണ്ടില്ലേ? ഒരൊറ്റ കുത്തു വെച്ച് കൊടുക്കാൻ തോന്നും. ചിരിക്കണ്ട. ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്നായിട്ടില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിൻ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ എം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ, രാവിലെ വെറുതെ ചൂടാവണ്ട വാക്കാറ്. എങ്ങനെയുണ്ട്? നല്ല ഫിലിം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. മാഷേ, ഇച്ചിരി നല്ല കാസ്കറ്റ് കൊണ്ടുവന്നൂടെ? ഇതില് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ. നല്ല ഇടിയുള്ള പടം എടുത്തൂടെ? ആ അച്ചായന്റെ, ഏത് അച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ, ജാക്കി ചാൻ. അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായിയമ്മയും മരുമോളും തമ്മില്. അതായാലോ? പരദൂഷണം പറയാനാ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ ഞാൻ വേണ്ട, ഒന്നും വിസ്തരിക്കണ്ട. എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ എനിക്ക് സൂഹിക്കാനാ. അതിനാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ചിട്ടിക്കാരൻ വർക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. കൊണ്ടാടിയുണ്ട്. നന്ദേട്ടാ, ഇനി മതി, ഓഫ് ചെയ്യ്. ഇത്ര അസല് ബ്രേക്ക് ഡാൻസ് ഇറങ്ങുമ്പോ ഓഫ് ചെയ്യണം. ടൈം എത്രയെന്നറിയോ? ഓ, ടൈം ടൈം ടൈം. നീ ഇങ്ങോട്ടിരുന്നേ, ഇതൊക്കെ ഇപ്പല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാണണ്ട, ബോർ. അറിയാത്ത കാര്യങ്ങൾ ബോറാന്ന് പറഞ്ഞ് തള്ളരുത്. ആ, രേഖയായിരിക്കും. ഹലോ, ആ ആരാ? ആ, ഇപ്പൊ വിളിക്കാം. പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഓ, ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. വന്നോട്ടെ. ശ്ശോ, ഒന്ന് പോ. ട്രീസ, ഹലോ, അതെ ഞാനാണ്. ആ എന്താ? തള്ളാതെ, ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ? അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാൾ അകന്നിരുന്നാലോ? എന്താ, മടുത്തോ? ഏയ്, അതല്ല. ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, ഓഹോ. അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഉം. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം, അമ്മായിച്ചന്റെ കൂടെ. എന്താ? അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്തു പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കുക? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഇഷ്ടല്ല. ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അതിൽ എന്തുട്ട് കോപ്പിന് സ്വകാര്യം? ഞാനൊരു ആമ്പ്രന്താന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമ്പ്രന്താന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ, അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. തള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ, ഈ ശ്വാസം പോവേ, ശ്വാസം. സംസാരിച്ച പോക്ക. മനസ്സിലായി. ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ഇത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ? വാ. യെസ്, ഐ എം ടെല്ലിംഗ് ദ ഫാക്ട്. ഞാൻ ആരെ കമ്പനി ഇല്ലെന്നറിയാലോ. താല്പര്യമില്ലാത്തവർക്ക് പോവാം. എനിബഡി പ്ലീസ്. മൂവർ സംഘം, വാട്ട് അബൌട്ട് യു? പോകുന്നില്ലേ? നോ സർ, അറ്റൻഡൻസ് തരില്ലെന്നൊന്നും കരുതണ്ട. അക്കാര്യത്തിൽ ഞാൻ വലിയ ഉദാരമതിയാണെന്നറിയാലോ. ബട്ട് വി വാണ്ട് ടു അറ്റൻഡ് യുവർ ക്ലാസ് സർ. ഓക്കെ, ദെൻ വി വിൽ സ്റ്റാർട്ട്. ഗംഗ പ്ലീസ്. താങ്ക് യു. നന്ദു സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. സോറി, 1 സെക്കൻഡ്. ഫോൺ. ഓ, ഹലോ. യെസ്. ആ, അങ്കിളാ. ഇന്ദു ക്ലാസ്സിലാ? ഞാനും അതെ. ഓ, ഓർമ്മയുണ്ട്. വരാം. ഓക്കെ, താങ്ക് യു. ആരാ? ഇന്ദുവിന്റെ അങ്കിളാ. ആര്, ഡോക്ടർ മേനോനോ? Yes. മൈ ജീസസ്, ഇതായിരുന്നെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്തേനെ. എനിക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു. ഈ വയറ് കുറയ്ക്കാനുള്ള വഴിയാണെങ്കിൽ അച്ഛൻ ശാപ്പാടെന്ന് കുറച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ
കുറച്ചാലും മതിയല്ലോ. അയ്യേ അതല്ലടോ, ഏ ദാ ഇങ്ങനെ കൈവെക്കുമ്പോ ഇവിടെ ഒരു വേദന. അതിനൊരു പോം വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ ദാ ഇങ്ങനെ കൈ പൊക്കാണ്ടിരുന്നാ പോരെ അച്ചോ. ഇന്റെ കുറുമ്പ് ഞാൻ. ഓരോരുത്തരുടെ തമാശകള്. ഇതേപോലെ തന്നെയായിരുന്നു കാലടി ശങ്കര കോളേജ് പഠിക്കുമ്പോഴേ ആർട്സ് ക്ലബിന്റെ ഫെസ്റ്റിവലിന് കലാഭവന്റെ പരിപാടി വെച്ചു. നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി നന്ദു സാറിനെ തിരക്കി നടക്കായിരുന്നു. ഓർക്കസ്ട്രാക്കാരൊക്കെ റെഡിയല്ലേ? ഒക്കെ റെഡിയാണ് സാർ. എന്നാ പിന്നെ ഗാനമേള നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ആർട്സ് ക്ലബ് ഇനാഗുറേഷനുള്ള ആളെ കിട്ടിയോ? ഒരാളെ ഞങ്ങൾ ചാക്കിട്ട് വെച്ചിട്ടുണ്ട്. ആരാ? ഡോക്ടർ ജോർജ് ചെറിയാൻ. ആ സൈക്കാട്ടിസ്റ്റ്. എടോ, ആർട്സ് ക്ലബ് മനഃശാസ്ത്രവും തമ്മിൽ എന്താ ബന്ധം? അതുമായിട്ട് ബന്ധമുള്ള വല്ല സിനിമാക്കാരെ മറ്റേ വിളിച്ചൂടെ? വിളിക്കാഞ്ഞിട്ടാണോ? വരാൻ ആരെങ്കിലും സമ്മതിക്കണ്ടേ? കോളേജ് എന്ന് പറയുമ്പോ ഏതാണ്ട് പ്ലേഗ് എന്ന് കേൾക്കും പോലെയാ. പോരാത്തന്നെ ആ ഫ്രെഡിയും കൂട്ടറും ചില പാറകളും വെക്കുന്നുണ്ട്. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടോ? അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ല ഗംഗ എവിടെ? ക്ലാസ്സിലാ. അത് കൊള്ളാം. സോങ് പ്രാക്ടീസ് ഇവിടെ എത്ര ഞാൻ പറഞ്ഞിരുന്നാണല്ലോ. ആരെങ്കിലും ചെന്നേ. ഞങ്ങൾ ഇന്ന് പോണോ? ഇന്ന ടീച്ചറുടെ ക്ലാസ്സാ. എന്താ പേടിയാ? പേടിയായിട്ടില്ല, എന്തെങ്കിലും ചളവിളാന്ന്. സാർ ഞാൻ പോയി വിളിച്ചോണ്ടരാം. ആ ചെല്. The middle ear is an air-filled chamber laying in the temporal bone on the inner wall. എക്സ്ക്യൂസ് മീ, Yes? സോങ് പ്രാക്ടീസ് ചെയ്യാൻ ഗംഗയെ വിളിക്കുന്നുണ്ട്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കല്ലേ? ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടുണ്ട്. നന്ദു സാർ പറഞ്ഞിട്ടാ. ഗംഗ പോന്നോ? എന്നാ ചെല്ല്. ഞങ്ങൾക്കും ബ്രേക്ക് ഡാൻസിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ പോരായിരുന്നോ? ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ? സോറി, ഇപ്പോഴാ ഓർത്തത്. നോ, ഇനി ഇപ്പൊ പോവാൻ പറ്റില്ല. ഓ, നന്ദു സാർ വിളിക്കുന്നവരെ മാത്രമേ വിടുള്ളൂ അല്ലേ? എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യത്തിനൊക്കെ. നന്ദേട്ടന് സില്ലി ആയിരിക്കും, പക്ഷെ ഞാൻ എത്ര ഇൻസൾട്ടഡ് ആയെന്നറിയോ? നീ ഇങ്ങനെ ശ്വാസം പിടിച്ച് ലെക്ചർ ചമഞ്ഞ് നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നുന്നത്? എന്നാ പിന്നെ ഞാനും കൂടെ അവരോടൊപ്പം ഡാൻസ് ആടാണ്ടാ? ബെസ്റ്റ് ഐഡിയ. നന്ദേട്ട അതെ. ഓ, നീ ഇങ്ങനെ കുത്തി പിടിച്ച് പഠിപ്പിച്ചാൽ തന്നെ പിള്ളേര് ചൊവ്വാവില്ല. ഇടയ്ക്ക് റിലാക്സ് ഒക്കെ വേണ്ടേ? എന്തു? എനിക്കറിയാം, ഞാൻ ആകാശത്ത് ടീച്ചറായിട്ട് പൊട്ടി വീണൊന്നുമല്ല, സ്റ്റുഡന്റ് ആയിട്ട് തന്നെ വന്നേ. നീ പുസ്തക പുഴുവായിട്ട് വളർന്നു കരുതി? പുസ്തകപ്പുഴായിട്ടൊന്നുമല്ല, ഞാനും ഡാൻസും പാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്, അറിയാലോ. ഓക്കെ, റിലാക്സ്. എന്താ ഇനിയും മൂടോട്ട് മാറിക്കേ? വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സുന്ദരമായ ഒരു രാത്രി കളയണോ? തനിക്ക് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കണ്ടേ? വേണ്ട. ഓ, അങ്ങനെ പറയില്ല എന്തുട്ടി. തന്നെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രമാണ് കോളേജിലെ ഗാനമേളയുടെ ഫുൾ ഇൻചാർജ് ഞാൻ ഏറ്റെടുത്തത്. സുഖിപ്പിക്കല്ലേ? ഓ, സത്യമായിട്ടും അതെ. ട്യൂൺ ചെയ്യുമ്പോ മനസ്സ് മുഴുവൻ നീയായിരുന്നു. ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴുള്ള നിന്റെ നോട്ടം, ചിരി, വെപ്രാളം. മതി മതി. ആ പിന്നെ പാട്ട് കേൾക്കാൻ ഫ്രണ്ട് റോയിൽ തന്നെ എന്തുട്ടി വേണം. ഉണ്ടാവില്ലേ മോളെ? കൊഞ്ചല്ലേ?